ഹായ് ഫ്രണ്ട്സ്, സ്റ്റോറിലോട്ട് പോവാം. ജെ കൂടെ ക്ലോസ് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തായിരുന്നു. ഹീറോയ്ക്ക് ഒന്നും അറിയില്ലായിരുന്നു. ഇതൊരു ഐഡിയ. ഇവൻ ചിരിക്കാൻ നല്ല കോമഡി ആവും. അവനൊരു ഗേൾ വരെ ലുക്ക് ചെയ്ത് മേക്കപ്പ് ചെയ്ത് ഡാൻസ് കളിക്കുക. ജെ ഹായ്, ഞാൻ എങ്ങനെ ഡാൻസ് കളിക്കണം നോക്ക്. ജെഹു ചിരിക്കാതെ ജെഹു ചിരിച്ച് ഹീറോയിൽ വള വീണ് കിസ്സായി. ഇത് കൺഫ്ലൈൻ ആയി. ശരി, ഓക്കെ. നെക്സ്റ്റ് വീണോടെ ചിങ്കച്ചക്ക ഡാൻസ് കളിക്കാൻ ജെവി. ഇങ്ങോട്ട് വാ. എന്ത് കോമഡി. വാ, എന്നെ കൂടെ ഡാൻസ് കളി. അത് വീണ് ഡാൻസ് തിരിച്ച് ഹീറോയിനെ വള വീണ്. ഹീറോയിൻ സ്വിമ്മിങ് പൂൾക്ക് 2 പേർ സ്വിമ്മിങ് പൂൾക്ക് വീണ്. 2 പേർ കണ്ണുകളൊക്കെ അങ്ങനെയൊക്കെ സ്വിമ്മിങ് പൂളൊക്കെ വീണ്. അങ്ങനെ ജിമ്മിനൊക്കെ പേടിപ്പിക്കാതെ പ്ലാൻ ചെയ്തു. ജിമ്മിനൊക്കെ എന്ത് പേടി. ശരി, ഓക്കെ. അങ്ങനെ ജിമ്മി രാത്രി 12 മണി. ഹീറോയിൻ അയ്യോ എനിക്ക് തണ്ണി ഗ്ലാസ് തീർന്നു. ഞാൻ 2 പേരെ ഇറങ്ങിയിട്ട് വരുന്ന കണ്ടു. ഇത് അവനെ ഗ്ലാസ് മാറ്റി വെച്ചായിരുന്നു. ഇതാണ് ഞാൻ ശരിയാക്കാം. ഈ മേക്കപ്പ് ചെയ്തു ഗോസ്റ്റ് പോലെ ബാന്ന് ജിമ്മിന് കൂടെ അയ്യോ ഗോസ്റ്റ് ജിമ്മിന് ഓടിപ്പോയി. ഹീറോയിൻ അയ്യോ ഗോസ്റ്റ്. ഹീറോയിൻ എന്ത് ഒരു മഴ ഹീറോയിൻ മഴ വീണ് 2 കിസ്സായി. ഇത് ശരിയായി. ഹീറോയിൻ ഹക്ക് ചെയ്ത് തുടങ്ങി. ജിമ്മിൻ എന്താ ചെയ്യുക സാർ? ഇവിടെ തന്നെ ഇല്ല, അവിടെ ഗോസ്റ്റ് ഉണ്ട് കയറിയാൻ തുടങ്ങി. അയ്യോ ഇവനത് കാര്യം. അതായത് ഗോസ്റ്റ് നോക്കുമ്പോൾ ഹീറോയ്ക്ക് കാണുന്നില്ല. ശരി, ഇവിടുന്ന് സമാധാനം ഹീറോ ഇവിടുന്ന് വന്നു. ഇത് പ്ലാൻ സക്സസ് ആയി. അപ്പോൾ സമാധാനമായി. ശരി, ഓക്കെ. അപ്പോൾ അത് മാത്രമല്ല, ഒരു കാര്യം മറന്നുപോയി. ഇത് മാത്രമല്ല, അവൻ എന്തല്ല ചെയ്യാൻ പോകുന്നത് അത് വീഡിയോ മൊത്തം ചെയ്തിട്ട് അവൻ വെക്കുന്ന ക്യാമറ. ഓൾറെഡി അവൻ്റെ കൂടെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അങ്ങനെ നെക്സ്റ്റ് ജങ്കൂക്ക് പ്ലാൻ ചെയ്തു. ജങ്കൂക്ക് ഇവൻ മക്നി മകള്. ശരി, ഓക്കെ. ഹീറോയിനെ വിളിച്ച് എന്ത് ഡോക്ടർ മാം ഇങ്ങോട്ട് വാ. ജങ്കൂക്ക് ജിമ്മൊക്കെ പോയിട്ടുണ്ട്, നീ വാ. എന്തിനടാ ഈ ഡ്രസ്സ് യൂസ് ചെയ്ത്? എന്തിടാ ഇത് കുട്ടി ഡ്രസ്സ്? ഇല്ലടാ, വേണ്ട ഈ സാരി എടുക്കുക. ഇല്ല, ഫോട്ടോ എടുത്ത് കാണുന്ന മാതിരി സാരി എടുത്തോ. എന്തിനടാ സാരി എടുക്കുക? ഇങ്ങോട്ട് വാ, ഞാൻ പറഞ്ഞ നടന്നു വാ. എന്തിനടാ എനിക്ക് ഈ സാരി എടുപ്പിച്ചത്? അങ്ങനെ പൂവരെ വിരിക്കാൻ തുടങ്ങി. ഫാൻ വെച്ച് കാത്തോണ്ട് പറഞ്ഞു. ജങ്കൊക്കെ ജിമ്മിലിങ്ങനെ നോക്കുമ്പോൾ ജങ്കൊക്കെ ഷാക്ക് വായി വന്നിരുന്നായിരുന്നു. ജങ്കൊക്കെ പാട്ടുകാരെ പാടുന്നു കേട്ട് ജങ്കൊക്കെ ഫ്ലാറ്റായി ഹീറോയിനെ കണ്ടിട്ട്. അങ്ങനെ ആയിട്ട് ജങ്കൊക്കെ ഇങ്ങനെ സംസാരിച്ചിട്ട് വെളിയിൽ പോയി. സ്വിമ്മിംഗ് പൂൾ വരുന്നു. അതിനായിട്ട് സ്വിമ്മിംഗ് പൂൾ എന്നോട് വന്നായിരുന്നു. ഹീറോ ഇങ്ങനെ തെറ്റിട്ട് ഞാൻ പോയി. ജങ്കൊക്കെ വന്ന് ഹീറോയിനെ പിടിച്ചു. 2 പേര് കണ്ണെടുക്കാതെ നോക്കാൻ തുടങ്ങിയായിരുന്നു. പ്ലാൻ സക്സസ്. അവൻ ഹാപ്പി ആയിട്ട് ജോളിയായിട്ട് എൻജോയ് ചെയ്ത് തുടങ്ങി. പ്രിയ വീട്ടിലൊക്കെ എന്നിട്ടാ തലക്ക് ഒരു കുത്തൂത്ത്. എന്നിട്ടാ ഇത് ചെയ്ത? ഇവർക്ക് ബേബി ജനിച്ചാ ഞാൻ ബേബീസിനെ കൂടെ എൻജോയ് ചെയ്യാം. അതുകൊണ്ട് മാത്രം ബേബീസിനോട് ജോളി എൻജോയ് ചെയ്യാം. എന്താണ് എൻ്റെ മണ്ടത്തിലും? അതെ, ഇവർ എനിക്ക് ഭയങ്കര പിടിക്കും. ഇവരായിട്ട് ചേച്ചി മാരേജ് കഴിക്കില്ല. ചേച്ചിക്ക് ഫിയാൻസി ഉണ്ട്, ഇവൾക്ക് മാത്രം ഫിയാൻസി ഇല്ല. അതുകൊണ്ട് ഇവളെ മാരേജ് കഴിച്ചാൽ ഇവർ ഇന്ത്യയൊക്കെ വരുമല്ലേ. എന്നിട്ട് അർജുൻ പറയായിരുന്നു, ഇത് കേട്ട് നീ ആർമിയാ? അതെ, ഞാൻ ആർമിയാണ്. അങ്ങനെ ഡേയ്സ് പോകാൻ തുടങ്ങി. PTS മെമ്പർക്ക് 7 പേർക്ക് അവർക്ക് ബട്ടർഫ്ലൈ വർക്ക് പോകുന്നത്. PTS മെമ്പർ ഓടിപ്പോയി വീട്ടിലേക്ക്. അങ്ങനെ കുറച്ച് ഡേയ്സ് ആയി. അങ്ങനെ അവർ വെച്ച അമ്മയോട് പറഞ്ഞിരുന്നു. അവർ ഓക്കെ അല്ല, സമ്മതമല്ല പറഞ്ഞിരുന്നു. ഇങ്ങനെ അവർക്ക് എൻജോയ് ആയിരുന്നു. അങ്ങനെ ഹീറോയിൻ്റെ വീട്ടിൽ വന്ന് പെണ്ണ് ചോദിച്ചു. ഹീറോയ്ക്ക് മാരേജായി. ഹീറോയ്ക്ക് ഒന്നറിയില്ല. ഹീറോയ്ക്ക് ഗിഫ്റ്റായിട്ട് അങ്ങനെ വെഡിങ് ഗിഫ്റ്റായിട്ട് വന്നിരുന്നു. അങ്ങനെ അത് നോക്കുമ്പോൾ ഇത് CD ഇങ്ങനെ വെച്ച് നോക്കുന്നത്. ആ CD വെച്ച് നോക്കുമ്പോൾ അവൻ എന്തെല്ലാം മണ്ടത്തരം ചെയ്തതല്ല എല്ലാ വീഡിയോ ഉണ്ടായിരുന്നു. 7 പേർക്ക് ടെൻഷനായി. അവർക്ക് ചിരിപ്പ് വന്നു. ഹീറോയ്ക്ക് ചിരിച്ച് വന്ന് അതെ ഹീറോയി ചെന്ന് എടാ പ്രിയ, അവൻ ഇങ്ങോട്ട് അയക്കടി. ശരി, നീ വാ, ഒന്നും പറയണ്ട, ഒരു പ്ലാൻ ചെയ്തു. അവൻ ഫുഡ് കഴിക്കുന്നതിൽ കളിക്കിട്ട് ഒരു ടാബ്ലറ്റ് കൊടുക്കും. അവൻ ചന്ത ഉറങ്ങും. അതേമാതിരി കുറച്ച് ഡേയ്സ് കഴിഞ്ഞ് അവൻ കൊറിയക്ക് വന്നു. കണ്ണു നോക്കും എല്ലാവരും ഇരുന്നിട്ട് ഹീറോയും PTS മെമ്പർ ഇന്ന് അവന് ബെഡിനടുത്ത് ചുത്തോണ്ട് എന്താടാ നീ എന്തെല്ലാം ചെയ്തടാ പിന്നെ അവിടെ പിടിച്ച് ഒരേട്ടി വെച്ച്. അതുകൊണ്ട് അവനിക്ക് ശരി ഓക്കെ എന്ന് പറഞ്ഞു. ശരി, ഇനിമേലെ ഇങ്ങനെ ചെയ്യാൻ പാടില്ല. അതേമാതിരി അവനിക്ക് അതേപോലെ പറഞ്ഞു. ശരി, ഇവനിക്ക് അതേമാതിരി ചെയ്യാം. ഇങ്ങനെ ബാത്റൂം ഇങ്ങനെ ജമ്പു ഇട്ടു ലൈഫ് അവന് വീണു. അങ്ങനെ ആർക്കെല്ലാം എന്തെല്ലാം ചെയ്ത് അതേമാതിരി ചെയ്തു. അവനിക്ക് ഗേളൊന്നും ചെയ്തില്ലായിരുന്നു, അത് വേറെ ചെയ്തായിരുന്നു. സ്വിമ്മിംഗ് പൂൾക്ക് ഇങ്ങനെ ഗോസ്റ്റ് മാതിരി പേടിപ്പിച്ചു. അങ്ങനെയായിട്ട് ഒരു ഗേൾ അവനിക്ക് ഇഷ്ടപ്പെടുന്നു. ആ ഗേളാണ് അവനെ ഒരു പെണ്ണിക്ക് ഭയങ്കര ഇഷ്ടമാണ്.
അവൻ്റെ ഫാമിലി ഉറപ്പിച്ചിരുന്നു. ആ പെണ്ണിക്ക് 4-5 അടി കിട്ടി. ആ പെണ്ണ് നാളെ കേസായി, കുറേ കേസായി. അങ്ങനെ ആ പെണ്ണ് കൂടെ അർജുൻ്റെ ഹീറോയ്ക്ക് മാരേജ്, അതുപോലെ ഹീറോയിൻ്റെ ഫ്രണ്ട്സ്ക്ക് എല്ലാവർക്കും മാരേജ്. അവനക്ക് ലാസ്റ്റ് മാരേജായി. അവിടെ വൈഫ് വെച്ച് അവനെ കളിയാക്കാൻ തുടങ്ങി. നീ എന്താ മണ്ടത്തെ ചെയ്ത് അതിൻ്റെ ഗ്യാസ് അവിടെ ചെടിക്ക് ഡ്രസ്സെല്ലാം കീറിയിട്ട് പോയി, ഏറുമ്പല കടിച്ചു ചോർന്നിട്ട് ഡ്രസ്സെല്ലാം അതുകൊണ്ട് ഇങ്ങനെല്ലാം ചെയ്തായിരുന്നു. അതുകൊണ്ട് പാവം അവനക്ക് നാളെ കീഴുമായി. അങ്ങനെ ആയിട്ട് ദേശ് പോതടങ്ങി. ഈ ഹീറോയിൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അങ്ങനല്ല വലിയ ഹോസ്പിറ്റലിൻ്റെ MD ആയി മാറിയായിരുന്നു ഹീറോയിൻ. ഓക്കെ, ഇങ്ങനെ ഫാഷൻ അതെല്ലാം ആയിരുന്നു. അതെ, അർജുൻ്റെ വൈഫിനെ അവിടേക്ക് കൊടുത്തത്. അർജുനക്ക് കൊറിയയിലായിരുന്നു ജോബ് ഉള്ളത്. അർജുൻ്റെ വൈഫിനെ കൊടുന്ന ഹോസ്പിറ്റലിൽ കൊണ്ടായിരുന്നു. അർജുനക്ക് പാവം അർജുനെ വീടെല്ലാം വൈഫ് കുത്തി മൂക്കുന്നില്ല, കണ്ണെല്ലാം പാവം ചോന്നിട്ട് പോയി. അർജുനോട് കേട്ടി എന്താ അർജുൻ പറ്റി, എൻ്റെ വൈഫിനെ കണ്ണിക്ക് കുത്തി. അർജുൻ കയറിയാൽ തുടങ്ങി. PTS മെമ്പർ അവിടെ ഹീറോയിനെ കാണാൻ വന്ന അർജുന് കോള കണ്ട് PTS മെമ്പർ ചിരിക്കാൻ തുടങ്ങി. എന്താണ് പറ്റി, എൻ്റെ വൈഫ് എന്നെ കടുമ ചെയ്ത് ബാത്റൂം പോകാൻ പറഞ്ഞ്, മറകാൻ പറഞ്ഞ്, എന്നെ കുളിപ്പിക്കാൻ പറഞ്ഞ്. ആരെ കുളിപ്പിക്കാൻ പറഞ്ഞ? അർജുനക്ക് ഒരു ബോയ് ബേബി ഉണ്ടായിരുന്നു, ഇത് സെക്കൻഡ് ബേബിയാണ്. അതായിട്ട് പറഞ്ഞു തുടങ്ങി. കുട്ടീനെ കുളിപ്പിക്കാൻ എല്ലാം പറഞ്ഞായിരുന്നു. അർജുൻ കരഞ്ഞിരിക്കുക ആരെയും പറഞ്ഞു. ഇപ്പം നിനക്ക് ഫാമിലി ഹസ്ബൻഡായി മാറിയില്ലേ? അതെ, അവർ മുൻപത്ത് നടന്ന കാര്യമെല്ലാം അവർ പറഞ്ഞ് ഹാപ്പി ആയിരിക്കാൻ തുടങ്ങിയായിരുന്നു. അർജുൻ എന്ത് പറ്റി സർ? അങ്ങനെ ഇങ്ങനെ ഫോൺ വന്നായിരുന്നു. അർജുൻ എന്ത് പറ്റി സാർ എന്ന് അർജുൻ ചോദിച്ചു. അർജുനിക്ക് ഒരു ഷോക്കായിരുന്നു. അർജുനിക്ക് ഒരു ജോബ് കിട്ടിയായിരുന്നു. അർജുൻ ടിങ്കിട്ടക്ക എന്ന് തുള്ളാൻ തുടങ്ങിയായിരുന്നു. അർജുൻ പറയാൻ തുടങ്ങി, എനിക്ക് കൊറിയയിലെന്ന് ജോബ് കിട്ടി. അപ്പം PTS മെമ്പർ പറഞ്ഞു, എവിടെ കമ്പനിയിൽ ജോബ് കിട്ടിയ? PTS തിരിഞ്ഞു നോക്കി. PTS ആക്ടർ, താങ്ക് യു ഹാൻ, നിങ്ങൾക്ക് സെക്രട്ടറി ആയിട്ട് എനിക്ക് ജോബ് തന്നു. ഡാൻസ് ഞങ്ങൾക്ക് അന്ന് കണ്ടതൊക്കെ ശരിക്കും ചീച്ചി മോഡൽ കിട്ടോ എന്നിട്ട് വൃത്തികേട് ചെയ്യുന്നത്. അതിനായിട്ട് ഭയങ്കര ഹാപ്പി ഫാമിലിയായി, ഹാപ്പി എൻഡിങ് സ്റ്റോറി. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് സ്റ്റോറി ഇഷ്ടപ്പെട്ട ബൈ സീ യു, ടാറ്റാ.